നമസ്കാരം. സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. 2025 ജൂലൈ മാസത്തെ രോഹിണി നക്ഷത്രക്കാരുടെ നക്ഷത്രഫലമൊന്ന് പരിശോധിച്ച് നോക്കാം. രോഹിണി നക്ഷത്രക്കാർക്ക് വളരെ നല്ല അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനുള്ള യോഗമാണ്. അതേപോലെ തന്നെ ഈ മാസത്തിൽ ഇപ്പോൾ ദശാസംബന്ധമായിരിക്കുന്ന സമയം കൂടി നല്ലതാണെങ്കിൽ ഏറ്റവും നല്ല ഉയർച്ചയിലേക്കും അഭിവൃദ്ധിയിലേക്കും സന്തോഷത്തിലേക്കും പോകുന്ന ഒരു മാസമാണ്. കാരണം മാളവയോഗം ചെയ്തിട്ട് ചന്ദ്രലഗ്നാധിപതി സ്വക്ഷേത്ര ബലവാനായി നിൽക്കുന്നു. രക്ഷാസ്ഥാനത്ത് വ്യാഴം നിൽക്കുന്നു. സഹായസ്ഥാനത്ത് ആദിത്യനും ബുധനും നിപുണായോഗം ചെയ്ത് നിൽക്കുന്നു. സർവാഭിഷ്ട സ്ഥാനത്ത് ഇഷ്ടസ്ഥാനത്താണ് ശനി നിൽക്കുന്നത്. അപ്പോൾ എല്ലാ ഗ്രഹങ്ങളുടെ ഇഷ്ടഭാവസ്ഥിതി വന്നത് കാരണം കൊണ്ട് തന്നെ നല്ല സാമ്പത്തികമായിരിക്കുന്ന അഭിവൃദ്ധി ഉണ്ടാകാനും മാനസികമായിട്ട് വളരെ സന്തോഷം ഉണ്ടാകാനും യോഗമുള്ള സമയമാണ്. മറ്റുള്ളവരെ ഉപദേശിക്കാനും നമ്മളുടെ വാക്കുകൾക്ക് മറ്റുള്ളവർ വില കൽപ്പിക്കുന്ന ഒരു സമയമായിട്ടാണ് കാണുന്നത്. നിപുണായോഗം ഉള്ളത് കാരണം കൊണ്ട് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയിൽ നിപുണത പ്രദർശിപ്പിക്കാനും നല്ല രീതിയിൽ ബുദ്ധിപരമായ രീതിയിലും മറ്റുള്ളവരെ ആകർഷിക്കുന്ന രീതിയിലും സംസാരിക്കാനും സംസാരം കൊണ്ട് സഹായങ്ങളെ ഉണ്ടാക്കാനൊക്കെ സാധിക്കും. സഹായം കിട്ടാനായിട്ട് യോഗമുണ്ട്. സാമ്പത്തികമായിരിക്കുന്ന നേട്ടത്തിൽ ധനാധിപത്യം വഹിച്ച് നിൽക്കുന്ന ധനസ്ഥാനാധിപതിയായിരിക്കുന്ന ബുധനാണ് നിപുണായോഗം ചെയ്തിട്ട് 4ാം ഭാവാധിപതിയോട് ചേർന്ന് നിൽക്കുന്നത്. ധനസ്ഥാനത്ത് ധനകാരകനായിരിക്കുന്ന വ്യാഴാണ്. അപ്പോൾ സാമ്പത്തിക നേട്ടം നല്ല രീതിയിൽ ഉണ്ടാകാനായിട്ട് യോഗമുള്ളൊരു മാസമാണ്. എല്ലാ ഭൗതിക സുഖങ്ങളും അനുഭവിക്കാൻ കഴിയുന്നൊരു മാസമാണ്. വിനോദയാത്രയൊക്കെ പോകാനായിട്ടും ഒക്കെ സാധിക്കുന്ന സമയമാണ്. ജോലിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് മീനൻ രാശിയിൽ കർമാധിപതി നിൽക്കുന്നുണ്ട്. വിദേശത്ത് പോകാനായിട്ട് സാധിക്കും. വിദേശ തൊഴിലെടുക്കുന്നവരെ സംബന്ധിച്ച് വളരെ നല്ല അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾക്ക് യോഗമാണ്. അതിനോടൊപ്പം തന്നെ ലഗ്നാൽ 7ാം ഭാവാധിപതിയായിരിക്കുന്ന ചൊവ്വ 4ാം ഭാവത്തിൽ നിൽക്കുന്ന രാഹുകേതുക്കളുടെ ബന്ധനാവസ്ഥയുണ്ട്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും കാണിക്കുന്നത് വീട് വിട്ട് അന്യദേശത്ത് താമസിക്കുക, അല്ലെങ്കിൽ വീട്ടിൽ നിന്നും മാറി തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് മാറി താമസിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് യോഗമാണ്. പക്ഷേ ഇത്രയും നല്ല ഗുണങ്ങളൊക്കെ ഉണ്ടെങ്കിലും അതിനോടൊപ്പം തന്നെ ചെറിയൊരു പ്രശ്നമുള്ളത് ഭൂമികാരകനായിരിക്കുന്ന ചൊവ്വ 4ാം ഭാവത്തിൽ നിൽക്കുന്നത് കാരണമുണ്ട്. അത് രാഹുകേതുക്കളോട് ചേർന്ന് നിൽക്കുന്നു എന്ന് പറയുന്നൊരവസ്ഥയാണ്. അപ്പോൾ അങ്ങനെയുള്ളത് കാരണം കൊണ്ട് വീടുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചെറിയ എന്തെങ്കിലും വഴിപ്രശ്നമോ അതിർത്തി പ്രശ്നം പോലെയുള്ള പ്രശ്നങ്ങൾ കൊണ്ട് കേസ് പോലെയുള്ള കാര്യങ്ങളോ ചെറിയ കലഹത്തിൻ്റേതായിരിക്കുന്ന അവസ്ഥ വരാം. ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗാവസ്ഥ കാര്യങ്ങളിൽ വരാം. അപ്പോൾ ഹൃദയരോഗമുള്ളവരൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. എക്സസൈസ് പോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം. അപ്പോൾ അത് കാരണം കൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ബാക്കി എല്ലാ മേഖലയിലും അനുകൂലമായിരിക്കുന്ന ഗുണം തന്നെ അനുഭവിക്കാനായിട്ട് സാധിക്കും. അമൃത വിഷകണ്ഠകാരകനാണ് 10ൽ നിൽക്കുന്നതെന്ന് പറയുമ്പോൾ ഇടയ്ക്ക് തൊഴിലിൽ മുടക്കം വരാനും തൊഴിലിൽ പ്രതീക്ഷിക്കാത്ത സമയത്ത് അമൃത കിട്ടുക എന്ന് പറയുന്ന രീതിയിൽ നല്ല രീതിയിലുള്ള ഗുണവും മെച്ചവും കിട്ടാൻ ഇടവരികയൊക്കെ ചെയ്യുന്ന ഒരു രീതിയാണ്. അപ്പോൾ അത് കാരണം കൊണ്ട് സാമ്പത്തികമായ നല്ല നേട്ടമുള്ള സമയമായത് കാരണം കൊണ്ട് പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള അപ്പോൾ നിധി കിട്ടാനൊക്കെ യോഗമുള്ള സമയം എന്നൊക്കെ പറയാറില്ല എന്ന് പറഞ്ഞ രീതിയിലുള്ള ഏറ്റവും നല്ല ഗുണം അനുഭവിക്കാനായിട്ട് സാധിക്കുന്ന ഒരു മാസമാണ്. ഇതൊക്കെ ആണെങ്കിലും ദേവീക്ഷേത്ര യഥാശക്തി വഴിപാട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. ചൊവ്വ കേതുവിനോട് ചേർന്ന് നിൽക്കുന്നതാണ് ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗാവസ്ഥ കാര്യങ്ങൾ പോലെയുള്ള പ്രശ്നങ്ങൾ വരാതിരിക്കാനും ശത്രുദോഷം പോലെയുള്ള കാര്യങ്ങൾ കൊണ്ട് കേസ് പോലെയുള്ള വിഷയങ്ങളൊക്കെ വരാതിരിക്കാനും നവഗ്രഹ പൂജ ചെയ്യുന്ന ക്ഷേത്രത്തിൽ രാഹു പൂജയും കേതു പൂജയും ചെയ്യുക. ദേവീക്ഷേത്രത്തിൽ ശത്രുദോഷ പരിഹാരമായിട്ട് യഥാശക്തി വഴിപാട് ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.